വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഒരുപാട് തവണകളായിട്ട് ചലഞ്ച് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഇത്ര ദിവസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ചലഞ്ച് വീഡിയോസൊക്കെ ചാനലിൽ ഇടുന്നത്. കുറച്ച് ടൈം പീരീഡൊക്കെ നമ്മൾ വെക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് ആ ചലഞ്ച് വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാനലിലെ 40 ഡേയ്സ് അതായത് 40 ദിവസത്തിൻ്റെ ചലഞ്ച് വീഡിയോ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയതിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നോക്കാം. ആ കുട്ടിക്ക് ഹെൽത്തി പ്രഗ്നൻസി ആകാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം ഇതുപോലെ മാറ്റങ്ങളും കൂടി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് ഈ ടിപ്സ് തന്നെ നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇവിടെ ഞാൻ പിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ 4 ടിപ്സും 4 കാറ്റഗറിയിൽ പെടുന്നതാണ്. ഏറ്റവും ആദ്യത്തെ കാറ്റഗറി നമ്മുടെ യൂട്രസിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുന്നതിനും, രണ്ടാമത്തേത് നമ്മുടെ അണ്ടം കൃത്യമായിട്ട് വളരുന്നതിനും, മൂന്നാമത്തേത് എൻഡോമെട്രിയം ലൈനിങ് നന്നായിട്ട് വളരാനും, നാലാമത്തെ ടിപ്പ് പ്രൊജസ്ട്രോണിന്റെ ഡിപ്പ് ഉണ്ടാകാതെ പ്രൊജസ്ട്രോണിന്റെ വാല്യൂ കൂടി ഇംപ്ലാന്റേഷൻ നടക്കാൻ സഹായിക്കുന്നതുമാണ് കേട്ടോ. 4 രീതിക്ക് നമ്മുടെ ഫെർട്ടിലിറ്റിയെ സഹായിക്കുന്നതാണ്. മെൻസ്ട്രൽ സൈക്കിൾ ഫുള്ളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ജിഞ്ചർ ഓയിൽ ആണ് കേട്ടോ. ഈ ജിഞ്ചർ ഓയിൽ നമ്മൾ പീരിയഡ്സിന്റെ ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ നമ്മൾ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്രസിൽ നിന്ന് ആ ഒരു എന്താ പറയാ ആ ഒരു പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് സ്റ്റോർ ആക്കി വെച്ചിട്ടുള്ള എല്ലാ ബ്ലഡും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ കൃത്യമായിട്ട് റിമൂവ് ആയിട്ട് നമ്മുടെ യൂട്രസിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കേണ്ടെന്നാണ് വീഡിയോസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറ്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി ഓയിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുകയല്ല, നമ്മൾ കഴിക്കുക കുടിക്കുക ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ചെയ്യുന്നത് നമ്മുടെ അബ്ഡോമനിലാണ്. ഇഞ്ചി ഉപയോഗിച്ചിട്ട് ഇഞ്ചിയുടെ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ശരീരഭാഗങ്ങളിലോട്ടും എത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇഞ്ചിക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം അതിനൊരു വാർമിംഗ് എഫക്റ്റ് ഉണ്ട്. ഇഞ്ചി ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗം, നമ്മുടെ യൂട്രസിന്റെ ഭാഗം, നമ്മുടെ ഓവറീസിന്റെ ഭാഗം, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതുവഴി ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ളതാണ് ഇഞ്ചിയുടെ ആ ഒരു ഓയിൽ ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനമെല്ലാം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഓൾവേസ് നമ്മുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കും. ഹോർമോണൽ ഇംബാലൻസസ് പലർക്കും ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മൾ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാതിരിക്കുന്നത് കൊണ്ടും ഒക്കെയാണ്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജിഞ്ചർ ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ മെൻസ്ട്രേഷൻ, നമ്മുടെ ആർത്തവം റെഗുലേറ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ആർത്തവത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ടുള്ള കാലയളവിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ, അതായത് ഫോളിക്കുലർ ഫേസും ലൂട്ടിയൽ ഫേസും കൃത്യമായിട്ടുള്ള ഒരു ദൈർഘ്യത്തിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അണ്ടം വളരുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഒരു സമയം നമ്മളുടെ ശരീരത്തിന് കൃത്യമായിട്ട് കിട്ടുന്നു. മെൻസ്ട്രൽ സൈക്കിളിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിനും പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. പിന്നീട് നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തി കഴിയുമ്പോൾ സയന്റിസ്റ്റുകൾ പറയുന്നത് ഇത് നമുക്ക് സിസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓവറീസിലൊക്കെ സിസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റിനെയൊക്കെ ഒന്ന് അതിന്റെയൊക്കെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിനും അതിന്റെ ഒരു സിസ്റ്റ് ഒന്ന് അപ്രത്യക്ഷമാക്കുന്നതിനും ഒക്കെ, സിസ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല ഈ ജിഞ്ചറിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്സ് നമ്മളുടെ ശരീരത്തിൽ സെൽ ഡാമേജ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. നമ്മുടെ ഒരു ഓവം പ്രിപ്പയർ ആയിട്ട് വരുമ്പോൾ, ഒരു എഗ്ഗ് പ്രിപ്പയർ ആയിട്ട് വരുമ്പോഴേക്കും അതിൽ സെല്ല് കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവണം. പുരുഷന്റെ സ്പേമിലും കൃത്യമായിട്ടുള്ള ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ടാവണം. ഈ സെല്ലിന്റെ ഫോർമാറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആണ് കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റീസും മറ്റ് ജനറ്റിക് ഡിസോർഡേഴ്സും ഉണ്ടാവുന്നത്. അതിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ്സ് ഉണ്ടാവണം.
അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ജിഞ്ചർ ഓയിലിന് സാധിക്കുന്നു. ഇത് വെച്ച് മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ആന്റി ഓക്സിഡൻസ് ഒക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ നേരത്തെ കാസ്റ്റർ ഓയിൽ പാക്ക് വെച്ച് മസാജ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു ജിഞ്ചർ ഓയിൽ എടുത്തിട്ട് 1-2 ഒരു ഡ്രോപ്സ് ഇട്ടിട്ട് ഫില്ലറിൽ മറ്റോ ഡ്രോപ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2 തുള്ളി ഇട്ട് വീഴ്ത്തിയിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഒരുപാട് പ്രഷറിൽ നിങ്ങൾ അബ്ഡമൻ ഭാഗം മസാജ് ചെയ്യാനായിട്ട് പാടില്ല. പയ്യെ നമ്മൾ ഒരു സ്മൂത്തിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, ആ എഫക്റ്റിൽ നിങ്ങൾ അബ്ഡമൻ ഭാഗം മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ശരീരം പോലും നിങ്ങൾ മസാജ് ചെയ്യുന്നുണ്ട് എന്നറിയാത്ത രീതിക്ക് നിങ്ങൾ പയ്യെ ആ ഒരു ഭാഗം മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഒരു ദിവസം ഒരു തവണ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഒരു 10 to 15 മിനിറ്റ്സ് വരെയെങ്കിലും നിങ്ങൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ പീരിയഡ്സിന്റെ സമയം മുതൽ ഓവുലേഷൻ സമയം വരെ മാത്രമാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. രണ്ടാമതായിട്ട് പീരിയഡ്സിന്റെ 2ാമത്തെ ദിവസം മുതൽക്ക് തന്നെ നമ്മൾ ആൽമണ്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഗ്ഗ് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും തന്നെ ആൽമണ്ടിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് പ്രഗ്നന്റ് ആകാനായിട്ട് നിങ്ങളെ അത് സഹായിക്കും. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഈ ബദാമിലും ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. omega-3 ഉണ്ട്, omega-6 ഉണ്ട്, ഫൈബർ ഉണ്ട്, സിങ്ക് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മാഗ്നീഷ്യം എന്നിവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ബദാം കഴിക്കുമ്പോഴുള്ള മറ്റു അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ മുക്കിലും മൂലയിലോട്ടും ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി വരുന്നത് മൂലം അവയിലുണ്ടാകുന്ന ബെനിഫിറ്റുകൾ നമ്മുടെ ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആവുന്നതിനും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായിട്ട് പ്രവർത്തനക്ഷമതയോടുകൂടി വർക്ക് ചെയ്യുന്നതിനും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതെല്ലാം ഇൻക്രീസ് ചെയ്യുന്നതിനും ഇനി നിങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും ആ ഒരു എംബ്രിയോയ്ക്ക് വളർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുന്നതിനും ഈ ബദാം കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആക്കുന്നതിനും ബദാം കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മുടെ തുടക്കത്തിലെ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ട് അതിനൊന്ന് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത അണ്ടവുമായിട്ട് ക്വാളിറ്റി ഉള്ള സ്പേം ചേർന്ന് കഴിഞ്ഞാലും അവിടെ മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിലെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും കുഞ്ഞിന് വേണ്ടുന്ന ഗ്രോത്ത് ഉണ്ടാവുന്നതിനും അതായത് വളർച്ച ഉണ്ടാവുന്നതിനും ആ സാക്കും അതുപോലുള്ള എംബ്രിയോ ഒക്കെ വിസിബിൾ ആകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് കിട്ടുന്നതിനും ഒക്കെയുള്ള ന്യൂട്രിയൻസ് എല്ലാം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ എംബ്രിയോ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനും വളരുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി ആൽമണ്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും സാധാരണയായിട്ട് ആൽമണ്ട് കഴിക്കുന്നത് അങ്ങനെ തന്നെ ഒന്ന് കഴുകിയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഇത് ബദാമും നമ്മൾ ഒരു 3, 4, 5 ബദാം എടുത്തിട്ട് അത് നിങ്ങൾ നല്ലതുപോലെ കുതിർത്താനായിട്ട് വെക്കുക. കുതിർത്തിയതിന് ശേഷം അത് നല്ലതുപോലെ കുതിർന്ന് കഴിയുമ്പോഴേക്കും അതിന്റെ തൊലി ഇങ്ങനെ വിട്ടുപോരും. തൊലി വിട്ടുപോരുമ്പോഴേക്കും അതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറുള്ള ഷെല്ലായിരിക്കും. ആ വൈറ്റ് കളറുള്ള ഷെല്ലല്ല വൈറ്റ് കളറായിരിക്കും അതിനുണ്ടാകുന്നത്. അപ്പൊ ആ വൈറ്റ് കളർ കിട്ടുന്ന രീതിക്ക് അങ്ങനെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ അതിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ആ സോക്ക് ചെയ്തിട്ടെടുത്തുള്ള ബദാമിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നതിനും അതിന്റെ ബെനിഫിറ്റുകൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണുന്നതിനും ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് വളരുന്നതിനും എഗ്ഗ് നല്ല ഫോമായിട്ട് നല്ല കൃത്യമായിട്ടുള്ള രീതിക്ക് ഫോം ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നതെല്ലാം തന്നെ ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാ കഴിക്കുന്ന ഇപ്പോൾ ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ബ്ലാക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഇങ്ങനെ അതായത് ഡാർക്ക് കളറുള്ള ചോക്ലേറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ, അയൺ, കോപ്പർ, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, മാഗ്നീസ്, ഫോസ്ഫറസ്, സിങ്ക്, സെലീനിയം ഇതെല്ലാം തന്നെ നമ്മളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റിൽ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് കൊക്കോയുടെ കണ്ടന്റ് ആണ്. കോക്കോ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എങ്ങനെയാണ്, ഇത് എങ്ങനെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മളിലുണ്ടാകുന്ന ഹോർമോണൽ ബാലൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇംബാലൻസസ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും
സ്ത്രീകളിലും പുരുഷന്മാരിലും എഗിന്റെയും സ്പേമിന്റെയും ഒരു DNA കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സഹായിക്കും. DNA സ്ട്രക്ചർ കൃത്യമായിട്ട് അവിടെ ഇല്ല എങ്കിൽ അതുമൂലം ജനറ്റിക് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് കുഞ്ഞിന് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഒരു 3 months ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ കമ്പൈൻഡ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഓരോ പ്രശ്നങ്ങളും നമ്മളിൽ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം സ്പേമിലും അതുപോലെ തന്നെ എഗ്ഗിലും ഉണ്ടാകുന്ന DNA വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതിനും അതുമൂലം ഏർലി സ്റ്റേജിൽ ഉണ്ടാകുന്ന മിസ്കാരേജ് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്പേമിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മളിൽ ഓവുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ എൻഡോമെട്രിയം തിക്നെസ്, എൻഡോമെട്രിയം ലൈനിങ് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ സ്ട്രെസ് ലെവല് ഒന്ന് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് സ്പേമിന്റെ വോളിയവും കൗണ്ടും മോട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഈസിലി സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പിംഗ് ആപ്സിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. അധികം റേറ്റ് ഒന്നും ആവില്ല. ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഡാർക്ക് ചോക്ലേറ്റിൽ കോക്കോ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയുടെ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പഞ്ചസാരയുടെ കണ്ടന്റ് കുറവുള്ള, കൊക്കോയുടെ കണ്ടന്റ് കൂടുതലുള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കുക കേട്ടോ. ഫ്ലിപ്കാർട്ടിന്റെ ലിങ്ക് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളതൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1-2 പീസ്, മാക്സിമം 1-2 പീസ് ഡെയിലി നിങ്ങൾ കഴിച്ചാൽ മതിയാകും. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡും 1-2 പീസ് ഡെയിലി കഴിച്ചാൽ മതി. അത് ഇന്ന സമയത്ത് കഴിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടിപ്പിൽ ഏറ്റവും ആദ്യത്തേത് സൺഫ്ലവർ സീഡും സെസമി സീഡും ആണ്. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് സൺഫ്ലവർ സീഡ്, അതായത് നമ്മുടെ സൂര്യകാന്തി വിത്തും എള്ളും. ഇതിൽ ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് അയൺ, ഫൈബർ, വിറ്റമിൻ A, വിറ്റമിൻ B1, B6, B9 എന്നീ കാര്യങ്ങൾ ഈ 2 വിത്തുകളിലും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എംബ്രിയോയെ നറിഷ് ചെയ്യാൻ സഹായിക്കുന്ന, അതിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന, അതിന്റെ സെൽ ഡിവിഷനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഏർലി സ്റ്റേജിൽ തന്നെ ആ ഒരു എംബ്രിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ നമ്മുടെ യോഗ് സാക്കും ജെസ്റ്റേഷണൽ സാക്കും അതുപോലെ ഹാർട്ട് ബീറ്റും ഗ്രോത്തും ഒക്കെ കുഞ്ഞിനുണ്ടാവുകയുള്ളൂ. ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസീസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് പലരുടെയും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നിന്ന് പോവുകയും ഗ്രോത്ത് നിന്ന് പോവുകയും അല്ലെങ്കിൽ എംബ്രിയോ വിസിബിൾ ആകാതെയൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്കാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ തീർന്ന് എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് ഷെഡ് ആകുമ്പോഴാണ് പീരിയഡ്സ് വരുന്നത്. നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള എഗ്ഗിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ക്വാളിറ്റി ഇല്ല എങ്കിൽ, അതിന്റെ തിക്നെസ് പ്രോപ്പർ അല്ല എങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് അവിടെ ഷെഡ് ആകും. നമുക്ക് ആ ഒരു എംബ്രിയോ അങ്ങനെ തന്നെ നമുക്ക് മിസ്കാരേജ് ആയി പോവുകയുമാണ് ചെയ്യുന്നത്. അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കായിട്ട് തന്നെ മുൻപോട്ടേക്ക് പോകണം. അതിന്റെ തിക്നെസ് വർദ്ധിപ്പിക്കാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ 2 വിത്തുകളും. ഇത് നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് PCOD ഉള്ളവർക്കാണെങ്കിലും തൈറോയ്ഡ് ഉള്ളവർക്കാണെങ്കിലും ഓവർ വെയിറ്റ്, അതായത് നമ്മുടെ ഉയരത്തിനേക്കാളും കൂടുതൽ നമ്മുടെ പ്രായത്തിനേക്കാളും കൂടുതൽ ശരീരഭാരമുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എത്ര ദിവസം ഇത് ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. എന്താണോ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിയുന്നത്, ആ ഓവുലേഷൻ കഴിയുന്ന ദിവസം മുതൽ 7 ദിവസം വരെ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതിയാകും. വെറും 7 ദിവസം വരെ മാത്രം. അതായത് ഓവുലേഷന്റെ ദിവസം മുതൽ ആ ഒരു ഓവുലേഷൻ കഴിയുന്ന ഒരു ദിവസം മുതൽ 7 ദിവസം വരെ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇതിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:1. അതായത് 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡും 1 ടീസ്പൂൺ സെസമി സീഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്.
സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.